ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പമുക്കലെ എന്ന സ്ഥലത്താണ്. ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷേ ആദ്യം തന്നെ നമ്മളിവിടെ എത്തിയ പാട് ചെയ്തത് എന്താണെന്നറിയോ? പാരാഗ്ലൈഡിങ്. ഇവിടെ എത്തിയാൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ പാരാഗ്ലൈഡിങ്. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് പേടിയാണ്. പിന്നെ ഉള്ളത് നിലയ്ക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവളെ പ്രായത്തിലുള്ള കുട്ടികൾ അലൗഡ് അല്ല. അപ്പോൾ ഞാനിവിടെ പോയാൽ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയില്ല. ഞങ്ങളെ കൂടെയുള്ള ഒരു ഫാമിലി അവർ നേരത്തെ വന്ന് പാരാഗ്ലൈഡിങ്ങിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ്, അതുകൊണ്ട് അവരും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് ആ ഭാഗത്ത് വന്ന് നിന്ന്, അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയും ചെയ്യാമല്ലോ. Hello. Badaga my friend. Wih. Allah Barsha Bidan. You okay, brother? Yeah. Like it? Yeah. Okay. Ita ചെയ്യാ? Nita ചെയ്യാ. Haydi karat burada. Nerede var? Al al. Oh, Thank you so much. Next time, please, everybody here, very danger. വിനേട്ടെ വിനേട്ടെ. Stand up, stand up. ഈശ്വര. ഇതാണോ നമ്മള് വീടത്? ഇവരെ വീടാണത്? എടുത്ത് വേണ്ടേ? പമുക്കലെ എന്ന് പറഞ്ഞാൽ ശരിക്കും കോട്ടൺ കാസിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പമുക്കലയിലെ ആൻഷ്യൻ സിറ്റിയാണ്. ഈ കാണുന്ന സദേൺ ഗേറ്റ് കൂടെയാണ് ആൻഷ്യൻ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്. ചെറിയ കുന്നുകൾ പോലെ ഉയരങ്ങളിലേക്ക് കയറാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊരു വെയിറ്റുള്ള റെൻറ്റിനെടുക്കാം, അല്ലെങ്കിൽ ഒരു ബഗ്ഗി. കാരണം ഞങ്ങൾ ഏകദേശം ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അത്യാവശ്യം. ഒരുപാട് നടക്കാനും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടയർഡാവും. പോകുന്ന വഴി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മളെ ഗൈഡ് കൃത്യമായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പുറത്ത് കാണുന്ന ആ കല്ലുകളൊക്കെ പഴയ കാലത്തെ കോട്ടയുടെ റിമൈനിങ്സ് ആട്ടോ. അതേപോലെ ആൻഷ്യൻ ജിംനേഷ്യം, ഇതൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റും.
ഇപ്പം നമ്മൾ പോകുന്നത് പണ്ട് കാലത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു തിയേറ്റർ കാണാനാണ്. ഏകദേശം 9500 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററാണ് കേട്ടോ അത്. ആ കാണുന്നതാണ് സ്റ്റേജ്. പണ്ട് കാലത്ത് ഒരുപാട് ഡ്രാമാസും പ്ലേസും എല്ലാം നടത്തിയിരുന്ന സ്ഥലമാണിത്. ഇതാണ് കോട്ടൺ കാസിൽ അല്ലെങ്കിൽ പമുക്കലെ. ഇത് ഒരു നാച്ചുറൽ തേർമൽ പൂളാണ് കേട്ടോ. കാർബണേറ്റ് മിനറൽസ് അടങ്ങിയ ഒരുപാട് ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് ഇവിടെ. ഈ നീർച്ചാലുകൾ ലൈം സ്റ്റോൺ ഇവിടെ നിക്ഷേപിക്കുകയും കാലങ്ങൾ കഴിയുമ്പോൾ അതൊരു ടെറസ് രൂപത്തിലായി മാറുകയും ചെയ്യുന്നു. നമുക്കിത് കാണുമ്പം ഒരു മാൻമെയ്ഡ് സ്വിമ്മിംഗ് പൂളായിട്ടൊക്കെയാണ് തോന്നുക. ഈ ഭാഗത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. പബ്ലിക്കിന് ഇറങ്ങാൻ വേണ്ടി മാത്രം ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വെള്ളത്തിലൊക്കെ കളിക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ നോക്കി സൂക്ഷിച്ച് വേണം നമുക്കിതിലൂടെ നടക്കാൻ. പതിനേഴോളം ഹോട്ട് സ്പ്രിങ്സ് ആണ് ഇവിടെ ഉള്ളത്. പഞ്ഞിക്കെട്ട് പോലെ പരന്ന് കിടക്കുന്ന ലൈം സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്, അതായത് പമുക്കലെ അല്ലെങ്കിൽ കോട്ടൺ കാസിൽ. ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോൺ ഷോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അത് കണ്ടാൽ നിന്നിട്ട് മനസ്സിലാവും ശരിക്കും എന്തുകൊണ്ടാണ് കോട്ടൺ കാസിൽ എന്ന പേര് വന്നതെന്ന്. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.